എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഫ്ലോറിലൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളെ സമ്മതിക്കണം. ഒരുമാതിരി മനക്കെട്ടില്ലാത്ത ആൾക്കാർക്കൊന്നും ഇവിടെ സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അരുൺ ലേഡീസ് ടൈലറിംഗ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഇന്നുണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി ആരോ ഈ ബസ് സ്റ്റാൻഡിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാവുന്ന രീതിയിൽ നോക്കി കാണുന്ന ചില ആൾക്കാർ ഈ ഷോപ്പിൻ്റെ ഗ്ലാസ് അടിച്ച് തകർത്തേക്കാണ്. ഉള്ളിലെ ജീവനക്കാരോട് ചോദിച്ചാൽ പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കാറെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇടിയാണ് ഇടിച്ചാണ്. അല്ലെങ്കിൽ ജീവനക്കാരെ ഇനിയിപ്പോൾ നേരിട്ട് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റില്ല. എന്തായിരുന്നാലും ഈ വരാന്തയിൽ അതുപോലെ ഈ ഫ്ലോറിൽ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ജീവനക്കാർക്ക് വലിയ പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുന്നത്. പലപ്പോഴും സാമൂഹിക ദ്രോഹികളുടെ ഇടപെടലുകൾ ഈ ഫ്ലോറിൻ്റെ അകത്തുള്ള പല ഷോപ്പുകളിലും നടക്കുന്നു. ഭയവിഹലരാക്കുക എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയില്ല. ഇന്നിപ്പോൾ ഈ അരുൺ ടൈലേഴ്സിൻ്റെ ക്ലാസ് അടിച്ച് തകർത്തതിൻ്റെ ഉദ്ദേശം അറിയില്ല. എന്തായിരുന്നാലും മാനസിക വിഭ്രാന്തിയുള്ള വല്ലവരായിരിക്കുമോ എന്ന് സംശയമാണ്. കാരണം പട്ടണത്തിൻ്റെ പല സ്ഥലങ്ങളിലും പൈപ്പ് ഊരി കൊണ്ടുപോകുക അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും നടക്കുന്നു. ഇന്നിപ്പോൾ ക്ലാസ് അടിച്ച് തകർക്കുക ഇതൊക്കെയാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ നടക്കുന്ന സംഭവങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയല്ല, മിക്കവാറും ഫ്ലോറുകൾ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയാൻ പേടിക്കുന്നു. കാരണം ഇവരെന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ച്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്ലോറിലെ ഈ വനിതകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ ഇവിടെ പിങ്ക് പോലീസ് ഉണ്ട്, മറ്റ് പോലീസ് സംവിധാനങ്ങളുണ്ട്, നഗരസഭ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ബാക്കി ജീവനക്കാരോട് ചോദിക്കാം. ഞാനാണ് ഫസ്റ്റ് വന്ന് ഇത് തുറക്കാറ് കട. അപ്പം ഞാൻ രാവിലെ ഡോറ് തുറന്ന് കയറിയപ്പോൾ തന്നെ ആകെ നിറച്ച് കുപ്പിച്ചില് ഇങ്ങനെ പൊട്ടി കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ പെട്ടെന്ന് കുപ്പിച്ചില് വന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ജനല പൊട്ടി ചില്ല് അങ്ങനെ തകർന്ന് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അപ്പുറത്തെ തോമസ് സാറിനും അവിടുത്തെ മേഡത്തിനും വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഇവിടെ അപ്പുറത്തുള്ള സുനിയോട് പറഞ്ഞു. അങ്ങനെ ഓണർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെ വിളിച്ചറിയിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് സുനി വിളിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസുകാർ വന്ന് മൊഴിയെടുത്ത് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി. അപ്പുറത്തെ ടൈം എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അവിടെയും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ അവിടെയും ഒരു 2 ആഴ്ച മുന്നേ ഒരാൾ വന്നിട്ട് റൂമിലേക്ക് ഓടി കയറി തൊട്ടപ്പുറത്തെ സ്ഥാപനത്തില്. അത് ടൈം എന്ന് പറയും അപ്പുറത്ത്. എന്നിട്ട് അവരും ഇതുപോലെ തന്നെ പേടിച്ച് ഡോർ അടിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം സംസാരം പുറത്ത് കേൾക്കണത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തോ ഫോണിലുള്ള സംസാരം എന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരാള് ഇങ്ങനെ എന്തോ ഇതായിട്ട് ഇങ്ങനെ കിടന്ന് വരാന്തേ കൂടെ പോണ്. അപ്പൊ ഞങ്ങൾക്കും പേടിയായി. ഇപ്പൊ ഞങ്ങളും ഡോറൊക്കെ അടച്ച് ഉള്ളിലിരുന്നു. അത് ഇവിടെ വനിതകളായിട്ട് നടക്കുന്നത് ഫ്ലോറില് ഞങ്ങളാണ് ഉള്ളത്. പിന്നെ ശാന്തിഗിരി എന്ന് പറഞ്ഞൊരു അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് വെച്ചാൽ ചില സമയങ്ങളിൽ രാത്രി ഇത്തിരി ലേറ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ് ഇവിടുന്ന് ഇറങ്ങി പോവാനായിട്ട്. മുൻപ് ഞങ്ങളുടെ കടയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ നാള് ഒരു മാസത്തോളം ആ വരാന്തേല് കിടന്നു. ഞങ്ങളത് വന്നിട്ട് പിങ്ക് പോലീസ് ഇതിലെ പോയപ്പോ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് എടുക്കണ്ട്, ഞങ്ങൾക്ക് രാത്രി ഇത്തിരി ലേറ്റായി പോയി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിങ്ക് പോലീസുകാർ പറഞ്ഞ് അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, അപ്പൊ എടുക്കാന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാളിൽ സ്മാർട്ട് ഫോണും ഇതാണ്. അപ്പൊ ഇവര് പറഞ്ഞത് അയാൾക്കൊരു ബുദ്ധിയില്ലാത്ത പോലത്തെ ഒരാളാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അയാളിൽ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അയാളെ കാണാനില്ല കേട്ടോ. 1 മാസത്തോളം അയാൾ അവിടെ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ പിള്ളേര് വന്ന് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ ശരിക്കും. അപ്പൊ ഒന്ന് ഇത്തിരി ഒരാളെ കൊടുക്കാണ്ടെങ്കിൽ ഞങ്ങൾ ഇത്തിരി ലേറ്റായി പോണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്.